നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ലെയറുകളോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ അതിനായിട്ട് 150 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് സാധാരണ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ലെമൺ എടുത്തിട്ട് അതും കൂടെ സ്ക്വീസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം കാണും. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു 20 മുതൽ 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഉപ്പ് നേരത്തെ ചേർത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാത്തത്. നിങ്ങൾ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഇതിനുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മുഴുവനായിട്ടും മൈദയിലോ ഗോതമ്പ് പൊടിയിലോ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു എണ്ണ ആദ്യം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നീഡ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചപ്പാത്തിനേക്കാളും ഒരല്പം സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു പാകത്തിന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നല്ല പോലെ തന്നെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ചപ്പാത്തിനേക്കാളും ഒരല്പം സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ഈ ഒരു പാകത്തിന് വേണം കൂട്ട് തയ്യാറാക്കി എടുക്കാൻ. ഈ ഒരു കൂട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് ഇതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ഈ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിരുന്നു. അതിലേകദേശം 1/2 കപ്പും കുറച്ചും കൂടെ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ലെയറുകളാക്കിയെടുക്കാനായിട്ട് ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കോൺഫ്ലോർ ആകുമ്പോൾ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും. കോൺഫ്ലോറും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ നെയ്ക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് വരുമ്പോൾ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഈ ഒരു രീതിക്കുള്ള പേസ്റ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതാണ് ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അടച്ചൊന്നും വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ നോക്കി ഇത് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും അതുപോലെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സവാളയും ക്യാപ്സിക്കൊന്നും ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. അതിലെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മാത്രം മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളമൊക്കെ വന്നതിന് ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് അതൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഒരല്പം ക്രഞ്ചി ആയിട്ടാണ് വേണ്ടത്. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ കൂട്ടി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ഒന്നും കൂടെ നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. 4 ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുളകളാണ് ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉരുളകൾ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഇത് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പൊടിയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു കൂട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ നടുവിൽ നിന്നും ഒരു അരികിലേക്കായിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. ഒരുപാട് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇനി ഇത് പരത്തിയെടുക്കാനാണ് പോകുന്നത്. ഇത് പരത്തുമ്പോൾ പൊടിയുടെ ഒന്നും ആവശ്യമില്ല. പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പൊടിയാക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരല്പം കനം കുറച്ച് തന്നെയാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കനത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ചീസും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ചീസും കൂടെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റേ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് സീൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഭാഗം വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറമേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ഫോക്ക് വെച്ചിട്ടൊന്ന് ഡിസൈനും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഞാനിവിടെ 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം അനക്കാതെ വയ്ക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ലെയറുകൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇടണമെന്ന് പറയുന്നത്. ഒരുപാട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് കളറൊക്കെ മാറി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് കുക്ക് ചെയ്യേണ്ടതും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ഭാഗവും ഞാനിവിടെ തിരിച്ചും മറിച്ചാക്കിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടെ മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കും കൂടെ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുന്ന പലഹാരമല്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു പഫ്സൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് കിട്ടുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ വലുതായിട്ട് തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കിത് ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും ഇഷ്ടാവും. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.